സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുകയാണ് ഇനി കോമഡി കിങ്സ്. ഞാൻ മനഃപൂർവ്വം തന്നെ ഹിന്ദി പാട്ടിട്ട് ഹിന്ദിക്കാരനായി നിന്നെ ഇവിടെ പൊക്കിയത് കേട്ടടാ ചേട്ടാ. 1 കിലോ ഉരുളക്കിഴങ്ങ്, 1/2 കിലോ സവാള, മഞ്ഞപ്പൊടി എല്ലാം നിനക്ക് ഞാൻ തരാം, എല്ലാം തരാം. നീ വാ ഇവിടെ വാ, നിനക്ക് എല്ലാ സാധനവും ഞാൻ ഇന്ന് തരണുണ്ട് കേട്ടാ. എന്താ കാര്യം പാവപ്പെട്ട അടിക്കുന്നത്? പാവപ്പെട്ടവൻ അടിക്കുന്ന എടാ, ഇവന്മാർ വാർക്കപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ വന്നതാണ്. ഇപ്പൊ എല്ലാരും ഇവന്റെ കീഴിലാണ്. അത് മാത്രമല്ല, റേഷൻ കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറ്റൂല. അവിടെ ഇവനെ പോലെ ഉള്ളവന്മാരാണ് തൂക്കിത്തരാൻ നിൽക്കുന്നത്. ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന യുവമാര്. നമ്മളൊരു 2 അടിക്കാന്ന് വിചാരിച്ച് ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ യുവമാര് കൈ കിട്ടോടാ നിന്നെ. അത് പറഞ്ഞപ്പോഴാണ് ഞാനേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ഒരു ജീപ്പ് വന്ന് എന്നെ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു കാറ് വന്ന് ഒരു ഒറ്റ ഇടി നേരെ അപ്പുറത്തെ വിളക്കകത്ത് വന്ന് വരുന്നു. എന്നിട്ടും ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊട്ടി ചോര വലിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ സംഭവം. അയ്യോ, എന്റെ ശരീരത്തിനൊന്നും പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ ക്യൂവിൽ നിന്നിട്ട് ഞാൻ എടുത്തോണ്ടൊന്നില്ല സാധനം. ഇതിനൊന്നും പറ്റിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിന്നെ കാത്ത് നമ്മളെ ബിനു ഇല്ലേ, ബിനു രാവിലെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടവനെ. ഞാൻ കണ്ട അവൻ ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ടല്ലേ ഞാൻ ആ പോസ്റ്റിന്റെ ഒളിച്ചു നിന്നത്. ഇവരെ കണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാത്തെന്തായിരുന്നു? അയ്യോ, അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നും എന്നെ കണ്ടു പറഞ്ഞ ഒരു ചോദ്യം, എന്തോന്ന് പണിക്ക് പറഞ്ഞില്ലേ എന്ന്. ഇഷ്ടപ്പെടുവോ? തെറ്റായി പോയെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല പോവാൻ. ജോലിക്ക് പോകണ താല്പര്യമില്ല. നല്ല കാര്യം. ഇത് വീട്ടിൽ തിന്നാനും കുടിക്കാനും ഉണ്ട്, അതിന്റെ വിഷയമാണ് ഇതൊക്കെ. അത് പറയില്ല, അങ്ങനെ പറയും. പിന്നെ അങ്ങനെ അതിൽ കുറച്ച് കഥയുണ്ട്. അതുകൊണ്ടാണ് ഈ തിന്നാനും കുടിക്കാനും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? വീട്ടിലൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ശേഷം അവിടെ 4-5 കൂട്ടം കറിയുണ്ടെന്ന്. ഇവിടെ 4-5 കൂട്ടം കറി ഉണ്ടായിരുന്നിട്ട് ആഹാരം കഴിക്കാത്തവനെ ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കാണുന്നത്. അതെന്താ കഴിക്കാത്തത്? അങ്ങനെ അത്ര വലിയ ഈ കറികൾ എന്തോന്നാണ്? ഇന്നത്തെ കറി, ഇന്നലത്തെ കറി, മെനഞ്ഞത്തെ കറി, 4-ാമത്തെ കറി, ഒരു 4-5 കൂട്ടം കറി ഉണ്ടാവും. ഇതൊക്കെ കഴിച്ച് എന്തിനടാ ചുമ്മാ ചാവാൻ നടക്കുന്നത്? അപ്പൊ ഇതിന്റെ പേരും പറഞ്ഞായിരിക്കും ഇന്നലെ അവിടെ ബഹളം അടി മഴക്കെല്ലാം നടന്നില്ല. ഇന്നലത്തെ വിഷയം അതൊന്നുമല്ല. ഇന്നലത്തെ വിഷയം വേറെ ചെറിയൊരു വിഷയം. നമ്മളിപ്പോ വീട്ടിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പണയം വെക്കില്ലേ? പിന്നെ അയക്കത്തില്ലേ? എനിക്ക് കുറച്ച് സ്വർണ്ണം ശ്രീധരൻ കിട്ടിയ വകയെന്ന് ഞാൻ ഒരു ചെറിയ മാല എടുത്ത് പണയം വെച്ചു. അതിന്റെ പേരിലല്ലേ കലിപ്പ്? ഓ, അവള് കലിപ്പ്, അവളെ അച്ഛൻ കലിപ്പ്, അവളെ അമ്മാവൻ കലിപ്പ്, അവളെ സഹോദരൻ കലിപ്പ്. എന്റെ ദേശം കാലാർത്ഥ തറകടിച്ച് വിടാൻ തീർച്ചയാണ്. സ്വഭാവം നിനക്കറിയാലോ. അതിന് നിന്റെ ഭാഗത്തെ ഞാൻ നിൽക്കില്ല. കാരണം ഒരു ഭർത്താവിന്റെ അവകാശമാണ്. ഒരു മാലയൊക്കെ എടുത്ത് പണയം വെക്കണത് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. നിനക്ക് എത്ര പവൻ ശ്രീധരൻ കിട്ടിയത്? വെറും 10 പവനാണ് ശ്രീധരൻ കിട്ടിയത്. അതിൽ മാല എടുത്ത് പണയം വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഈ പണയം വെച്ച മാല എത്ര പവൻ ഉണ്ട്? 10 പവൻ വന്നായിരിക്കും. എടാ, അവർ ഇതിനെ തല്ലിക്കൊല്ലാതെ വിട്ടതല്ലടാ ഭാഗ്യം. കൊള്ളാം. ഇപ്പൊ നീ അവരെ സൈഡായില്ലേ? എനിക്ക് ശരിയാണ്. രാവിലെ ഫേഷ്യൽ ചെയ്തേ ചാണകം കൊണ്ടാ ഫേഷ്യൽ ചെയ്ത്. രാവിലെ ചെയ്ത മാക്കറിന്റെ മോന്തായം വെച്ചോണ്ടിരിക്കണ നീയാണാ എന്നെ കളിയാക്കണത്. അങ്ങനെയൊക്കെ അതൊക്കെ പോട്ട്. വീട്ടില് ഭാര്യ പണയം പോയിട്ട് കലിപ്പൊക്കെ തീർന്നു. എന്തോന്ന് പറയണ്ടേ? അവള് പോയതിനു ശേഷം എത്ര ദിവസം എന്നറിയാം മനസ്സമാധാനം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പൊ നിങ്ങക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലേ? സ്നേഹം ഉണ്ടായിട്ടല്ലേ. അവള് പോണ പോക്കല്ലേ കിടക്കുന്ന പായും തലേനെ എടുത്തോണ്ടാണ് പോയത്. ഇപ്പൊ കിടക്കാൻ പായയില്ല ഇവിടെ വീട്ടിൽ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കും. ഞാനൊരു കല്യാണത്തിന് പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് പോയിട്ട് വരാം. നമ്മളിവിടെ അടുത്ത ഓഡിറ്റോറിയത്തിൽ. അപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ ആരല്ലേനോടാ? അതെനിക്ക് അറിഞ്ഞൂടാ. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് അറിയാം. എന്നെ അറിഞ്ഞൂടല്ലേ? എനിക്ക് അറിഞ്ഞൂടല്ലേ? വിളിക്കാത്ത കല്യാണത്തിനാണോ പോണത്? എടാ, ഇതിനും കാട്ടി പിച്ചെ എടുക്കാൻ പോയിക്കൂടാ നിനക്ക്. എങ്ങനെ പിച്ചെ എടുക്കാൻ? പിച്ചെ എടുക്കണതിനേക്കാളും നല്ല കാര്യമാണ്. എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയി നല്ല കാര്യങ്ങൾ പറഞ്ഞ ഇവന്റെ ഈ കല്യാണത്തിന്റെ ഗ്യാസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മ വന്നടേ. എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു കല്യാണത്തിനോടെ. ആരല്യാണ? നമ്മളാ മറ്റേ വളവിലെ പ്രശാന്തിന്റെ കല്യാണത്തില്ലേ താമസം. വളവിലെ താമസം. അയ്യോ, പ്രശാന്ത് എന്ന് പറയുന്നത് നിങ്ങളെ ശത്രു അല്ലേ? ഓ,
ഈ ശത്രുവിന്റെ കല്യാണത്തിന് പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ അത് എന്തോ എന്ത് വിഷയം ഇത്? വേറൊന്നുമല്ല അവന്റെ പരാജയം എനിക്കൊന്ന് നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണാം അവന്റെ തോൽവിയും പരാജയം അത്രയ്ക്ക് ഭയങ്കര ശത്രുതയില്ലേ? എനിക്ക് പക്ഷേ എന്റെ വീട്ടുകാരടുത്താണ് ശത്രുത. എനിക്ക് എന്റെ വീട്ടുകാരടുത്താണ് ശത്രുത. എനിക്ക് എന്റെ വീട്ടുകാരടുത്താണ് ശത്രുത. എനിക്ക് അവളെ സ്വഭാവം ഒന്നും ശരിയല്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല. അതെന്ത് ഇഷ്ടമല്ലാത്തത്? എടാ നിനക്ക് 4 പിള്ളേരുണ്ട്, പിന്നെ എന്താ നിനക്ക് ഇഷ്ടമല്ലാത്തത്? അവളെ 4 പിള്ളേരുണ്ടെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത്. അയ്യോ വന്നല്ല രാവിലെ നാരങ്ങൾ നമ്മളെ കടയിൽ വരണ്ട നാരങ്ങൾ മധുരം എങ്ങനെ ആണോ പഞ്ചായത്ത് കൂട്ടി പോയില്ലടാ? ഇല്ലല്ലയാ ഇത്തിരി വീട്ടിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. തന്നെ രാവിലെ എന്താ കഴിച്ച്? അളയ പുട്ടും ചെമ്മീൻ കറി. പുട്ടും ചെമ്മീൻ കറി. പുട്ടും ചെമ്മീൻ കറിയും അത് കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം. ഭയങ്കര കോമ്പിനേഷൻ. എടാ ചെമ്മീൻ കറി കഴിച്ചിട്ട് നാരങ്ങ വെള്ളം കഴിച്ച് ഇന്നാൾ ആലപ്പുഴയിൽ 2 പേര് സ്പോട്ടിൽ മരിച്ചു. നാരങ്ങ വെള്ളം നാരങ്ങളും വേണ്ട അല്ല വേണ്ടെണ്ണ കുടിച്ചോടെ വേണ്ടെണ്ണ അല്ല എന്താണ് ഞാനൊരു സത്യം പറയല്ലേ പറഞ്ഞ ഇനിയിപ്പോൾ എന്തായാലും അത് കളയണ്ട. സത്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കൂല. ഇനിയിപ്പോൾ ഞാൻ ചെമ്മീൻ കഴിച്ചിട്ടില്ല. അല്ലല്ല ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല അങ്ങനെയൊന്നുമില്ല. അത് പോട്ടെ നമുക്ക് സർബത്ത് സർബത്താണ് അത് പറയണ്ടേ. സർബത്ത് എന്ന് പറഞ്ഞ അത് വേറെ സെറ്റപ്പാണ്. നടന്നണ്ടിയൊക്കെ ഈയിടെയായി യുവാക്കളിൽ സർബത്ത് കുടിക്കുന്നവർക്ക് ഹൃദ്രോഗം കണ്ടുവരുന്നു. സർബത്ത് റെഡി. അയ്യോ എനിക്ക് സർബത്ത് വേണ്ട. അല്ല സർബത്ത് വേണ്ട നല്ലതാടാ. അല്ല വേണ്ട കൊള്ളൂല. നീ വീണ്ടും എന്നെ ദ്രോഹിക്കാനുള്ള പരിപാടിയാണ് അല്ലേടേ? അയ്യോ ഞാൻ പത്രത്തിലുള്ള സത്യാവസ്ഥ വായിച്ചതാണ്. സത്യമായിട്ട് സംശയം ഇത് വായിച്ചു. എനിക്ക് വായിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇനി സർബത്ത് തോന്നി സർബത്ത് ഞാൻ കുടിക്കാം. വേണ്ട വേറെ ആരെങ്കിലും വരുമ്പോൾ ഞാൻ കൊടുത്തോളാം. അവിടെ വെള്ളം എനിക്ക് വെള്ളം തൽക്കാലത്തിന് തണുത്ത ചൂട് വെള്ളം വലിയ ഉപകാരം വേണ്ട വെച്ചോട്ടെ. 50 രൂപ 20 കിലോ വെള്ളത്തിന് 50 രൂപ. നേരത്തെ തന്നെ കുറെ താച്ചേണ്ടത് അങ്ങനെ എന്തൊരു അളിയാ തോന്നല്ലേ പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പത്രത്തിൽ വിശേഷം എന്തായാലും നീ വായിച്ചറിയാൻ പറ്റും. ഭാര്യ അളിയ വേറൊന്നല്ലേ ഒരു ലോട്ടറി എടുത്തളിയാ. ലോട്ടറി എടുത്താ? എത്ര ലക്ഷം? അളിയ 50 ലക്ഷത്തിന്റെ ലോട്ടറിയാണ്. 50 ലക്ഷം ലോട്ടറി? ഇത് അടിച്ചിട്ട് വേണം എന്റെ ഭാര്യയുടെ അച്ഛൻ എന്റെ അമ്മായിയപ്പൻ അവന് ഒരു 25 ലക്ഷം 25 കൊടുക്കാൻ പറ്റില്ല, ഒരു 20 ലക്ഷം രൂപ അവന്റെ മുഖത്ത് വലിച്ചെറിയ മുഖത്തടിക്കുക. നേരത്തെ കടം മേടിച്ചല്ലേ? ഓ കടം മേടിച്ചു. എന്തൊരു ചീത്ത വിളി. ഇത് കണ്ട 2 പെൺകുട്ടികളുണ്ട്. പാവം വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കടയിട്ട് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ സഹായം അവനും ചെയ്തോളൂ. അണ്ണ എനിക്കറിയാം അണ്ണൻ എനിക്കറിയാം. എനിക്ക് എത്ര കാലം കൊണ്ട് എനിക്ക് അണ്ണ അടിച്ചിട്ട് അണ്ണന് ഞാൻ 10 ലക്ഷം രൂപ. എനിക്കോ 10 ലക്ഷം രൂപ. ഒരു 10 ലക്ഷം രൂപ കോളടിച്ച്. അപ്പൊ നിങ്ങൾ വലിയ മറ്റാരായി. നമ്മള് ആരുമല്ല. നീ ചങ്കല്ലേ? അളിയന് ഞാനൊരു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ എനിക്ക് പറഞ്ഞ വാക്ക് എന്റെ സ്വഭാവം. ഞാൻ തറവാടിയാണ്. ഞാൻ പറഞ്ഞ വാക്ക് 10 ലക്ഷം 10 ലക്ഷം രൂപ തരും. ഈ ലോട്ടറി എവിടെ നടത്തത്? അയ്യോ അതാ വളവിലുള്ള അമ്മച്ചിരെ മറ്റേ ഓലപ്പുറയുള്ള വീട്ടിൽ പാവപ്പെട്ട കേസ് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലളിയാ. ഈ എന്തെങ്കിലും കൊടുക്കും നീ അവർക്ക് ഇതിന് അടിച്ചു കഴിഞ്ഞാൽ? അല്ലെ ഒരു 5 ലക്ഷം രൂപ പറഞ്ഞാ കൊടുക്കണം. ചുമ്മാ തറവാട്ടി പറഞ്ഞാലേ ഞാൻ പറഞ്ഞ പോലെ നിനക്കറിഞ്ഞൂടെ എന്നെ? ചെയ്യും കൊടുക്കും 5 ലക്ഷം രൂപ സഹായമല്ലേ? 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ ഇപ്പൊ എത്ര കിട്ടും? അത് ടാക്സും പിടുത്തമെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു 30-35 ലക്ഷം രൂപ കിട്ടും. 30 ലക്ഷം രൂപ. എന്തായാലും ഒരു 20 ലക്ഷം രൂപ അങ്ങനെ മോന്തയിൽ വലിച്ചെറിയും. 10 ലക്ഷം രൂപ നിനക്ക് തരാന്ന് പറഞ്ഞു, 10 ലക്ഷം രൂപ എനിക്ക് തരാന്ന് പറഞ്ഞു, 5 ലക്ഷം രൂപ നീ അവരെ കൊടുക്കും. അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു 45 ലക്ഷം രൂപ. 45 ലക്ഷമായി ആയില്ലേ? അപ്പൊ 35 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ബാക്കി 10 ലക്ഷം ബാക്കി 10 ലക്ഷം 10 ലക്ഷത്തിന്റെ കാര്യം പറയടാ. അങ്ങനെയാ 10 ലക്ഷത്തിന്റെ കാര്യം? അതിപ്പോ ഒരു 10 ലക്ഷം പ്രശ്നം ഉണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം. എന്റെ ഭാര്യയിൽ കുറച്ച് സ്വർണ്ണമുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ചെന്ന് കാല് പിടിച്ചാലേ വൈകുന്നേരമെങ്കിലും കിട്ടുള്ളൂ. പോ. ശരിയാണ് അല്ലെ എന്തായാലും ഇനിയിപ്പോ അത് 10 ലക്ഷം രൂപ ബാക്ക് മാറല്ലേ തരാന്ന് പറഞ്ഞാൽ തരണം. അല്ലേ ഞാൻ കൊണ്ടുവന്നിരിക്കും. പൈസ എടുത്തെറിയുമ്പോ നോക്കി അറിയണേ കളവന്റെ മോന്തയില്. വല്ലാത്ത കാലാവസ്ഥ. ഇവനൊക്കെ എവിടെ നിന്നാ പറഞ്ഞത്? ഭയങ്കര ചൂട് തന്നെ കേട്ടോ. ഭയങ്കര ചൂട്. ഒരു രക്ഷയില്ലേ. 2 മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഇതൊരു ആശ്വാസമാണ്.
ആ കൂടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സഹായം ചെയ്യുന്നുണ്ട്, നല്ല കാറ്റ് കിട്ടും. അപ്പൊ ഇതാണ് ഇവിടെ ഇരുന്നുണ്ട് സ്ഥിരം പരിപാടി അല്ലേ? പിന്നല്ല കാറ്റ് കൊള്ളാനല്ലേ അതുകൊണ്ട് ചെയ്യണം. എന്തിനു വെറുതെ ഫാൻ വെച്ച് പൈസ കളയണത്? ഞാൻ ഈ ഇടയായിട്ട് ഒരു കാര്യം ആലോചിക്കും. ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നേരത്തെ അവര് കുറച്ച് കൃഷി ചെയ്താലും ഒന്ന് ആലോചിക്കും. നല്ല കാര്യം. നിനക്ക് ആകുമ്പോ ഒരു 10-30 സെന്റ് സ്ഥലം അതെ, കിടക്കുക, അതെ, അതെ. അവിടെ നിനക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് കൂടി. അതെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരു ലോൺ എടുത്തു. ലോൺ എടുക്കണം. ലോൺ എടുത്തു. വാഴ കൃഷി അതെ. അല്ല ഞാൻ ഒരു വീട് വെക്കാൻ പോകണം. അവിടെ മണ്ണൊക്കെ ഇട്ട് നോത്തിയിട്ട് ഒരു കീടിലെ 2 ഇല വീട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ജൈവ കൃഷി. നിന്നെ എന്റെ എന്താ പറയണ്ട, നിന്നെ ഒന്ന് പോടാ എണീറ്റ് രാവിലെ അവിടെ ആരും വരുന്നു. ഹലോ, ഓ ഈ കടയുടെ ഉടമസ്ഥൻ ഞാൻ തന്നെ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോന്ന്? ലൈസൻസ് ഉണ്ട്. ഉണ്ടാ? ഉണ്ട്. ഈ വഴിയോര കച്ചവട ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അതില്ല. അതില്ല. നീ ആര്? എടേ വാസു, ഇതൊക്കെ ചോദിക്കുക എവാരുടെ? ഇതൊക്കെ ചോദിക്കുക എവാര്? കുറെ നേരത്തെ ഞാൻ ശ്രദ്ധിക്കും. ഉമ്മൊന്നു മൂള്. നീ ഇവിടെ ലൈസൻസ് ചോദിക്കാം. നീ ആളാ? ഞാൻ എടാ എന്നാ പറഞ്ഞ് മനസ്സിലായിക്കോളെ. അറിയാമോ? ചുമ്മാ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കരുത്. നീ ആദ്യം പറ. നീ ആരെന്ന് പറടാ. പിന്നല്ലാതെ പിന്നെ ഞാൻ വിജിലൻസ്. ആര്? ഞാൻ വിജിലൻസ്. പറ. അല്ല ഞാൻ അറിയാതെ ആളറിയാതെ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാവമാണ്. ഒരു കാര്യം മനസ്സിലായി. ഇരുന്ന് സംസാരിക്കാം. സാറിനെ പോലുള്ള ആൾക്കാർ ഇരുന്ന് സംസാരിക്കാം. അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആഹാര സാധനങ്ങളിൽ നമ്മളുടെ കണ്ണ് ദൃഷ്ടിപ്പെടാത്ത, നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വളരെ സൂക്ഷ്മാണുക്കളായ അണുക്കളുണ്ട്. നമുക്കത് കാണാൻ കഴിയില്ല. നമ്മൾ നിസ്സാരം ഒരു സർബത്ത് കുടിക്കുന്നു, അതിനകത്ത് വളരെ സൂക്ഷ്മാണുക്കളായ അണുക്കളുണ്ട്. നമുക്ക് പനി പരുത്തുന്ന ചെറിയ ചെറിയ കൊതുകളുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സാറ് പറഞ്ഞേക്ക് നമുക്ക് ഏകദേശം മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ അതുപോലെ ചെയ്യായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയാണ് ഈ ലെൻസ്. ഈ ലെൻസ് വെച്ചിട്ട് നമ്മൾ ആഹാര സാധനങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോ ചെറിയ ചെറിയ കീടാണുക്കളൊക്കെ കാണാൻ പറ്റും, കൊതുകിനെ കാണാൻ പറ്റും, ഈച്ചയെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നീ എവിടെ നിന്നു പറഞ്ഞ? നീ എവിടെ നിന്ന് പറഞ്ഞ? വിജിലൻസ്. നിനക്ക് വല്ലതും ചെയ്യാണ്ട. ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ മിച്ചം കിട്ടത്തില്ല. ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല. ഞാൻ കള്ളം പറഞ്ഞില്ല. നീ വിജിലൻസ് എന്ന് പറഞ്ഞില്ലേ? നീ ഞാൻ വിജിലൻസ് പറഞ്ഞു. എന്റെ കമ്പനിയുടെ പേര് വിജി. ഞാൻ വിൽക്കണ ഐറ്റം ലെൻസ്. വിജിലൻസ്. എടുക്കാൻ വേണ്ടിട്ട് ഹലോ, തലയിൽ പേനിന്റെ പ്രോബ്ലം ഉണ്ട്. ഓ, തലയടിക്കുന്നില്ലേ? എന്റെ ഒരു മരുന്നുണ്ട്, അത് കയ്യിലോട്ട് ഒഴിച്ച് ഇങ്ങനെ പതുക്കെ പതപ്പിച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് തലയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേനും. അപ്പൊ പേന് ഉറങ്ങുന്ന മരുന്നാണ് നീ കൊണ്ടുവന്നത്? അതെ. അപ്പൊ പേനിന് ഉറങ്ങേണ്ട ടൈമൊക്കെ നിനക്കറിയാമോ? മൊത്തം പറ്റിപ്പ് കേസാണ്. ഇവനെ പറഞ്ഞു പറ്റിപ്പല്ല. ഞാൻ ഈ കുറച്ച് പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. 8 പിള്ളേരുണ്ട് എനിക്ക്. 8 പിള്ളേര്. 8 പിള്ളേര്. എടാ, ഈ നമ്മളെ ഈ ടിവിയിലൊക്കെ കാണിക്കുന്നില്ലേ, പോന്നെ ബാബു നീ വരൂ കുടുംബാശ്രമത്തിൽ പങ്കുചേരൂ എന്നൊക്കെ പറയുന്ന ആ പരസ്യം നീ കാണാറില്ലേ? കാണാറുണ്ട്. എന്നിട്ട് കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ട് നീ താഴെ എഴുതി കാണിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലൊന്നും വിളിച്ചിട്ടില്ലേ? അങ്ങനെ വിളിച്ച് സെറ്റ് ആയല്ലേ ആ പെണ്ണിനെ അടിച്ചോണ്ട് ഞാനിങ്ങി പോകുന്നത്. 8 പിള്ളേരും ഞാനും. അപ്പൊ അവിടെ കോൾ എടുത്തോണ്ടിരുന്ന പുള്ളിയാണ് ഇപ്പൊ നിന്റെ ഭാര്യ. മനസ്സിലായി. പറയാനൊന്നുമില്ല. 8 പിള്ളേരില്ലേ? നീ പോയിട്ട് നീ ഒരു അംഗൻവാടി അങ്ങ് ആരംഭിക്കണം. 8 പിള്ളേർ നിന്റെ വീട്ടിലുണ്ട്. പിന്നെ നിന്റെ വീട്ടിന്റെ അടുത്തൊക്കെ ഇത് അറിഞ്ഞും കേട്ടൊക്കെ കുറച്ച് പിള്ളേരെ കൊണ്ടാക്കും. ഏകദേശം നിനക്കൊരു വരുമാന മാർഗവും ഇതേപോലത്തെ പറ്റിപ്പ് സാധനങ്ങളൊന്നും കൊണ്ടെടുത്തോണ്ട് നടക്കാതെ ജീവിക്കാൻ നോക്കട്ടെ. ഹലോ. ഹലോ ചേട്ടാ, എവിടാ? മോളെ, ഞാൻ ഇവിടെ അടുത്തുണ്ടടി, ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഒരു മിനിറ്റ്. ഭക്ഷണം കഴിക്കും. ഞാൻ ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചെന്നാലേ കഴിക്കൂ. പറയടി, എന്തോ മീനടി? അത് എന്നെ ചോദ്യേട്ടാ. നത്തോലി തന്നെ.
വലിയ നെമ്മീന് വാങ്ങി പൊരിച്ചു വെച്ചിട്ട് 2 കഷ്ണം എനിക്ക്. ഓ. നീ മക്കളെ കഴിച്ചാ? ഞാനും പിള്ളേരും കഴിച്ചു. ആ. പിന്നെ ഒരു കാര്യം, പറഞ്ഞോ. ഇവിടെ 2 കഷ്ണം മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നേ കൂടുതൽ നിങ്ങൾ എടുത്താ ആ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് പോലെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയാ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കും. പറഞ്ഞ കേട്ടല്ലോ. എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ഫോൺ വെക്കുവാ. ശരി. ഇപ്പഴാ സത്യായിട്ട് കോട്ടാണ് കാണാ ഞാൻ ചെന്നാലും ഒന്നുമില്ല. കണ്ടുപാടി ഭാര്യ കണ്ടുപിടിക്കേ എന്തോന്ന് കണ്ടുപിടിക്കേ? എടാ അവ സ്പീക്കർ ഫോണിലല്ല എത്ര നിർത്തി എവിടത്തെ മണ്ടനടാ അവൻ വിജിലൻസും കൊണ്ട് നടക്കണം. ഫോൺ കട്ട് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 10 ഉമ്മ കൊടുക്കുന്നത്. കാലം വലിയ തടിയും വെച്ച് മുയൽ ഫോണും കൊണ്ട് വിജിലൻസും കൊണ്ട് പറ്റിക്കാൻ നടക്കണം മനുഷ്യനെ. പോയി ചത്തോളാ നാണം കെട്ടവനെ. ആണുങ്ങളെ വില കളയാൻ വേണ്ടി. എടാ പെണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കരുത് കേട്ടോ. ഫോൺ വിളിച്ചിട്ട് എടാ ഞാൻ ഒരെണ്ണത്തിനെ വീട്ടിൽ വിവാഹം കഴിച്ചോണ്ടിരുത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിയാ മതി, അറിയാമോ? ഇവരൊക്കെ എന്ത് വല്ല ആറ്റിലോ കുളത്തിലൊക്കെ ചട്ടുകളാ പെണ്ണുങ്ങളെ പേടിക്കണം. എടാ പെണ്ണെന്ന് പറഞ്ഞാൽ ആണായിരിക്കണം വലുത്. നമ്മളെ കീഴിൽ നിൽക്കണം. നിന്റെ ഭാര്യ അവളായിരുന്നു ഞാൻ കാലാൽ തൂക്കിയെടുത്ത് അറിയാടിച്ചനെ. ഇവനൊക്കെ കഷ്ടം പിടിക്കാൻ വേണ്ടി. അരി മണണി വാങ്ങാൻ പോയി നിങ്ങൾ ഇവിടെ വന്നിരിക്കാണല്ലേ? നിങ്ങളെ ഞാൻ ഇന്ന് ഇതാണ് വാസു.